എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 62ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശുനശേപൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. ശുനശേപൻ അംബരീഷ മഹാരാജാവിൻ്റെ കൂടെ യാഗസ്ഥലത്തേക്ക് പോവുമായിരുന്നു. അതിനു വേണ്ടിയിട്ട് രഥത്തിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു നിർത്തി. ഇനി എന്താണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. നമുക്ക് 1ാമത്തെ ശ്ലോകം വായിക്കാം. ശുനശേപം നരശ്രേഷ്ഠ ഗൃഹീത്വാ തു മഹായശാഃ വ്യശ്രമത് പുഷ്കരേ രാജാ മധ്യാഹ്നേ രഘുനന്ദന. അല്ലയോ രഘുനന്ദന, അല്ലയോ ശ്രീരാമചന്ദ്ര, ശുനശേപനെയും കൊണ്ട് മഹായശസ്വിയായിട്ടുള്ള രാജാവ് അംബരീഷൻ രഥത്തിൽ കയറി പോവുകയാണ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മധ്യാഹ്നേ ഉച്ചയായപ്പോൾ കുതിരകൾക്കും ഒക്കെ ഒരു വിശ്രമം കൊടുക്കാം, യാത്രയൊക്കെ ഒന്ന് തൽക്കാലത്തേക്ക് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് അംബരീഷൻ എന്ത് ചെയ്തു? പുഷ്കരേ എന്ന് പറഞ്ഞാൽ ആ പുഷ്കര തീരത്ത്, പുഷ്കരം എന്ന് പറഞ്ഞാൽ വലിയൊരു സരസാണ്, അതിൻ്റെ തീരത്ത് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രഥമൊക്കെ നിർത്തി അവിടെ ഇരിപ്പായി. അപ്പോൾ ഈ പുഷ്കരത്തിനെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പുഷ്കരത്തിലേക്ക് വിശ്വാമിത്രൻ തപസ് ചെയ്യാൻ പോയിട്ടുണ്ട് എന്നുള്ളത് ആദ്യമേ പറഞ്ഞു. അതായത് താനിപ്പോൾ നിൽക്കുന്നതായ പ്രദേശം ഒട്ടും കൊള്ളില്ല, ഇവിടെ വന്നിട്ട് പല ദുർഘടങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ആ ദിക്കിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക്, അതായത് പടിഞ്ഞാറ് ദിക്കിൽ, ഇപ്പോൾ വിശ്വാമിത്രൻ നിന്നിരുന്ന സ്ഥലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ധാരാളം സരസ്സുകളുണ്ടെന്നും അവിടെ ഇരുന്ന് തപസ് ചെയ്യാൻ സുഖമാണെന്നൊക്കെ കരുതിയിട്ട് വടക്ക് ദിക്കിൽ നിന്ന് വിശ്വാമിത്രൻ പടിഞ്ഞാറ് ദിക്കിലേക്ക് വന്നു എന്ന് പറഞ്ഞു. ഏത് ദിക്കിലേക്ക് പോയാലും അവരവർക്ക് വരേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതിൻ്റെ ഒരു കഥയാണിത്. അങ്ങനെ വിശ്വാമിത്രൻ വളരെ സമാധാനത്തോടു കൂടിയിട്ട് പുഷ്കരത്തിൻ്റെ തീരത്തിരുന്നു കൊണ്ട് തപസ് ചെയ്യായിരുന്നു. അപ്പോഴാണ് അവിടേക്കാണ് ഈ പറഞ്ഞ അംബരീഷനും ശുനശേപനും കൂടിയിട്ട് വന്നു ചേർന്നത്. 2ാമത്തെ ശ്ലോകം നോക്കാം. തസ്യ വിശ്രമമാണസ്യ ശുനശേപോ മഹായശാഃ പുഷ്കരം ജ്യേഷ്ഠമാഗമ്യ വിശ്വാമിത്രം ദദർശഃ. തസ്യ വിശ്രമമാണസ്യ, ആ അംബരീഷൻ വിശ്രമിച്ചുകൊണ്ടിരിക്കെ, മഹായശാഃ ശുനശേപഃ, മഹായശസ്വിയായിട്ടുള്ള, തൻ്റെ ജീവിതം ഒരു യാഗത്തിന് വേണ്ടിയിട്ട് ബലി കഴിച്ചവൻ എന്നുള്ള രീതിയിൽ വളരെ യശസ്വിയായി തീർന്നു കുട്ടിക്കാലത്ത് തന്നെ. അങ്ങനെയുള്ള യശസ്വിയായിട്ടുള്ള ശുനശേപൻ എന്തു ചെയ്തു? ജ്യേഷ്ഠം പുഷ്കരം ആഗമ്യ, അവിടെ കുറേ സരസ്സുകളുണ്ട്. അതിൽ ഏറ്റവും വലിയ സരസ്സായിട്ടുള്ള ജ്യേഷ്ഠം പുഷ്കരം, വലിയൊരു പുഷ്കര സരസ്, അതിൻ്റെ തീരത്തെത്തിയിട്ട് അവിടെ ഇരുന്ന് തപസ് ചെയ്യുകയായിരുന്ന വിശ്വാമിത്രം ദദർശ, വിശ്വാമിത്ര മഹർഷിയെ കാണുകയും ചെയ്തു. അപ്പോൾ ശുനശേപൻ ആ പുഷ്കരത്തിൻ്റെ തീരത്ത് വെച്ചിട്ട് വിശ്വാമിത്രനെ കാണുകയാണ് ചെയ്യണത്. കണ്ടിട്ട് എന്താണ് ഉണ്ടായത്? അതാണ് 3ാമത്തെ ശ്ലോകത്തിൽ പറയണത്. തപ്യന്തമൃഷിഭിഃ സാർദ്ധം മാതുലം പരമാതുര വിഷണ്ണവദനോ ദീനസ്തൃഷ്ണയാ ച ശ്രമേണ ച. ഋഷിഭി സാർദ്ധം തപ്യന്തം മാതുലം, ധാരാളം മഹർഷിമാരോടൊപ്പം ഇരുന്ന് തപസ് ചെയ്യുകയായിരുന്ന ആ വിശ്വാമിത്രനെ കണ്ടിട്ട്, ഋഷിഭി സാർദ്ധം തപ്യന്തം മാതുലം, അത് ഈ ബാലകൻ്റെ ശുനശേപൻ്റെ അമ്മാമനാണ്. മാതുലനാണെന്ന് പറഞ്ഞാൽ അമ്മയുടെ സഹോദരനാണ്. ഋഷീകൻ്റെ പത്നിയാണ് സത്യവതി, സത്യവതിയുടെ സഹോദരനാണ് വിശ്വാമിത്രൻ. അപ്പോൾ അമ്മാമനെ ആ സരസിൻ്റെ തീരത്ത് തപസ് ചെയ്യണതായിട്ട് കണ്ടിട്ട് മഹായശസ്വിയായിട്ടുള്ള ആ ശുനശേപൻ വേഗം തന്നെ അമ്മാമൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അത്ഭുതകരമായി അവിടെ തൻ്റെ അമ്മാമൻ ഇരുന്ന് തപസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വിശ്വാമിത്രനെ കണ്ടിട്ട് വിശ്വാമിത്രൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എങ്ങനെയാ പോണത്? വിഷണ്ണവദനഃ ദീനഃ തൃഷ്ണയാച ശ്രമേണച. വിഷണ്ണവദനാണ്, മുഖമാകെ ക്ഷീണിച്ച് വല്ലാതെയായിട്ടുണ്ട്. ഒന്നും കഴിക്കാത്തതിൻ്റെ ക്ഷീണമുണ്ട്, യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമുണ്ട്, തന്നെ യാഗപശുവാക്കിയിട്ടാണ് കൊണ്ടുപോകണത് എന്നുള്ളതിൻ്റെ ക്ഷീണം വേറെയുണ്ട്. സ്വയം സമ്മതിച്ചതാണെങ്കിലും ചെറിയ കുട്ടിയല്ലേ, മാത്രമല്ല എത്ര വലുതായാലും തന്നെ യജ്ഞപശുവാക്കാനാണ് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞാൽ മാനസികമായിട്ട് തകർന്നു പോകുമല്ലോ, ത്യാഗമൊക്കെ ആണെങ്കിൽ പോലും. അതാണ് ഇവിടെ പറയണത്. വിഷണ്ണവദനായിട്ട്, മുഖമാകെ വാടിയിട്ടുണ്ട്, ദീനനാണ്, വല്ലാതെ ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ടൊക്കെ? തൃഷ്ണയാ ശ്രമേണച്ച, തൃഷ്ണ കൊണ്ടും. തൃഷ്ണ എന്ന് പറഞ്ഞാൽ ദാഹം, ക്ഷീണം, വിശപ്പ്, അതൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ശ്രമേണ, അധ്വാനം കൊണ്ട്, യാത്ര കൊണ്ട്, തൻ്റെ ആ ഒരു
സമർപ്പണം, യജ്ഞപശു ആവാനുള്ളതായ ആ ഒരു വിധി കൊണ്ട് ഇതുകൊണ്ടൊക്കെ ക്ഷീണിതനായി തീർന്ന ആ ബാലകൻ ശുനശേപൻ അമ്മാമനായിട്ടുള്ള വിശ്വാമിത്രനെ അവിടെ വെച്ച് കണ്ടു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്താ ഉണ്ടായത്? പപാതാംഗേ മുനേ രാമ വാക്യം ചേതമുവാച നമേസ്തി മാതാ ന പിതാ ജ്ഞാതയോ ബാന്ധവാക്കുത ത്രാതുമർഹസി മാം സൗമ്യ ധർമ്മേണ മുനിപുംഗവ ത്രാതാത്വം ഹി നരശ്രേഷ്ഠ സർവേഷാം ത്വം ഹി ഭാവന. അങ്ങനെ അവിടെ വച്ചിട്ട് അമ്മാമനായിട്ടുള്ള വിശ്വാമിത്രനെ കണ്ടപ്പോൾ ഈ ബാലകൻ എന്ത് ചെയ്തു? മുനേഹേ അങ്കേ പപാത, മുനിയുടെ കാൽക്കൽ അങ്ങട് വീണ് നമസ്കരിച്ചു, സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് അല്ലയോ ശ്രീരാമ, ഇതം വാക്യം ഉവാച ച ഹ, ഇപ്രകാരം അമ്മാമനോട് പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത് എന്നാണെങ്കിൽ, ന മേ മാതാ അസ്തി ന പിതാ അസ്തി ജ്ഞാതയ ബാന്ധവാഹ കുതഃ. എനിക്ക് അമ്മയില്ല, അതുപോലെ തന്നെ അച്ഛനുമില്ല. അച്ഛനും അമ്മയും ഇല്ല എങ്കിൽ ഈ കുട്ടിക്കാലത്ത് എവിടെ നിന്നാണ് ബാന്ധവം? ജ്ഞാതികളുമില്ല, ബന്ധുക്കളുമില്ല, ഒരു തരത്തിലുള്ള ബന്ധക്കാരും കൂടെ ഇല്ല. ഒറ്റപ്പെട്ട അവസ്ഥയാണ്. അച്ഛനും ഇല്ല, അമ്മയില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്കാലത്ത് അവർ വഴിയാണ് മറ്റ് ബന്ധുക്കളൊക്കെ നമുക്ക് ഉണ്ടാവുക. അവർ പോയാൽ പിന്നെ ബന്ധുക്കളൊന്നും ഇല്ലാതെയാവും. വളരെ കുട്ടിയുമാണ്, ബാലകനാണല്ലോ. അപ്പോൾ എനിക്ക് ആരുമില്ല, ഞാൻ അനാഥനാണ്, ഞാൻ ഒറ്റയ്ക്കാണ് എന്നാണ് ഈ ബാലകൻ ആദ്യം തന്നെ വിശ്വാമിത്രനോട് പറഞ്ഞത്. അതുകൊണ്ട് ത്രാതുമർഹസി മാം സൗമ്യ, അല്ലയോ സ്നേഹനിധിയായിട്ടുള്ള മധുല, അങ്ങ് എന്നെ രക്ഷിക്കണേ. ധർമ്മേണ, എങ്ങനെയാ രക്ഷിക്കേണ്ടത്? ധർമ്മം വെച്ചുകൊണ്ട് രക്ഷിച്ചാൽ മതി. സഹോദരിയുടെ മകനാണെന്നുള്ളത് കൊണ്ടൊന്നും രക്ഷിക്കണ്ട. ധർമ്മം നോക്കിയിട്ട് ധർമ്മത്തിൻ്റെ നില അറിഞ്ഞിട്ട് എന്നെ രക്ഷിക്കണം. അല്ലയോ മുനിപുംഗവ, അങ്ങ് ത്രാതാത്വം ഹി നരശ്രേഷ്ഠ, അല്ലയോ ഏറ്റവും പുരുഷന്മാരിൽ വെച്ച ശ്രേഷ്ഠനായിട്ടുള്ളവനെ, അങ്ങ് മാത്രമേ എനിക്ക് ത്രാത, രക്ഷിതാവായിട്ടുള്ളൂ. സർവേഷാം ത്വം ഹി ഭാവന, എല്ലാവർക്കും അങ്ങ് വളരെ തുണയായിട്ട് വർത്തിക്കുന്നവനാണല്ലോ. സർവേഷാം ഭാവന ത്വം ഹി, എല്ലാവരെയും, അതായത് പലരെയും അങ്ങ് രക്ഷിച്ചിട്ടുണ്ട്, പലർക്കും അങ്ങ് ആശ്രയമാണ്. അങ്ങനെയുള്ള അങ്ങ് എന്നെ ഇപ്പോൾ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ ബാലകൻ. രാജാച കൃതകാര്യസ്യാദഹം ദീർഘായുരക്ഷയ സ്വർഗലോകമുപാശ്നീയാം തപസ്തപ്ത്വാഹ്യനുത്തമം. എന്നെ ഇപ്പോൾ രാജാവ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നിരിക്കുകയാണല്ലോ. അപ്പോൾ രാജാവിന് എല്ലാ കാര്യം നടക്കണം, രാജാവിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം. രാജാച കൃതകാര്യസ്യാദ്, രാജാവിന് രാജാവിൻ്റെ യാഗമൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കണം. അതിനു വേണ്ടിയിട്ട് യജ്ഞപശുവായിട്ടാണ് എന്നെ കൊണ്ടുപോകണതെങ്കിലും, എന്നെ രക്ഷിക്കുകയാണ് എങ്കിലും രാജാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല. അതിനൊക്കെ അങ്ങ് വിചാരിച്ചാലേ നടക്കുള്ളൂ. മാത്രമല്ല ദീർഘായു അക്ഷയ, എന്നെ ഇപ്പോൾ കൊണ്ടുപോവുകയാണെന്ന് വെച്ചാൽ എന്നെ വധിച്ചാൽ, യജ്ഞപശുവായിട്ട് ബലി കൊടുത്താൽ പിന്നെ എൻ്റെ ആയുസ്സും ഒക്കെ തീർന്നു. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ദീർഘായുസ്സായിട്ടിരിക്കണം, അക്ഷയമായിട്ടുള്ള ആയുസ്, നല്ല നീണ്ട ആയുർദൈർഘ്യം എനിക്ക് ഉണ്ടാവുകയും വേണം. രാജാവിന് രാജാവിൻ്റെ കാര്യങ്ങൾ നടക്കുകയും വേണം. രാജാവ് നടത്തണം, രാജാവിന് നടക്കണം എന്നല്ല, ഞാൻ കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു തടസ്സവും ഉണ്ടാകാനും പാടില്ല. ഞാനിങ്ങനെ ദീർഘായുസ്സായിട്ട് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? സ്വർഗലോകം ഉപാശ്നീയാം. നേരത്തെ ത്രിശങ്കു പറഞ്ഞതുപോലെ തന്നെ എനിക്ക് സ്വർഗലോകത്തേക്ക് പോവുകയും വേണം. നല്ല ദീർഘമായ ആയുസ്സോട് കൂടിയിട്ട് തപസ്സൊക്കെ ചെയ്തിട്ട് ഒരു മുനിയായിട്ട് സ്വർഗത്തിൽ പോകണം എന്നൊക്കെയാണ് എൻ്റെ മോഹം. അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരണം. ഞാൻ തപസ്തപ്ത്വ അനുത്തമം സ്വർഗലോകം ഉപാശ്നീയം. ഞാൻ കഠിനമായിട്ടുള്ള തപസ് ചെയ്തിട്ട് ആർക്കും നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്വർഗലോകം പ്രാപിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ്. ആ ആളായിട്ടുള്ള അങ്ങനെയുള്ള ഒരാളെയാണ് ഇപ്പോൾ യജ്ഞപശുവാക്കിയിട്ട് അംബരീഷൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനൊരു തടസ്സം ഉണ്ടാക്കണം, പക്ഷേ രാജാവിൻ്റെ യാഗം തടസ്സപ്പെടാനും പാടില്ല. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് നടത്തി തരേണ്ട ചുമതല വിശ്വാമിത്രനാണ്, മാതുലനാണ് എന്ന് ഈ ബാലകൻ ശുനശേപൻ വിശ്വാമിത്രനോട് പറയുകയാണ് ചെയ്തത്. എന്നിട്ട് പറയാണ്, ത്വമ്മേ നാഥോഹ്യനാഥസ്യ ഭവഭവ്യേന ചേതസാ പിതേവപുത്രം ധർമാത്മൻ ത്രാതുമർഹസി കിൽബിഷാദ്. അതുകൊണ്ട് അനാഥസ്യ മേ നാഥഃ ത്വം ഹി,
അതുകൊണ്ട് അച്ഛനും ഇല്ല, അമ്മയില്ല, ബന്ധുക്കൾ ആരുമില്ലാത്ത അനാഥനായിട്ടുള്ള എനിക്ക് അങ്ങാണ് ഇനി നാഥനായിട്ടുള്ളത്. എനിക്ക് വേറെ ആരോടും ഒന്നും പറയാനില്ല. ഭവ്യേന ചേതസ ഭവ, അതുകൊണ്ട് വളരെ വിശാലമായ ഒരു മനസ്സോട് കൂടിയിട്ട് എന്നെ അങ്ങ് സ്വീകരിക്കൂ, എൻ്റെ നാഥനായിട്ട് അങ്ങ് വർത്തിക്കൂ, കുറച്ച് നേരത്തേക്ക് എന്നെ അനുഗ്രഹിക്കൂ, എന്നെ പുത്രനായിട്ട് കാണൂ എന്നൊക്കെയാണ് പറയണത്. അതാണ് പിതേവപുത്രം ധർമാത്മൻ. അല്ലയോ ധർമാത്മാവേ, എങ്ങനെയാണോ ഒരു അച്ഛൻ മകന് വേണ്ടിയിട്ട് നിൽക്കുന്നത്, അച്ഛൻ ഒരിക്കലും മകൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് മകന് നന്നാവുന്നൊരു കാര്യം വന്നാൽ അതിനൊരിക്കലും അതിന് ഇടത്തടിച്ച് നിൽക്കില്ല അച്ഛൻ. അതുപോലെ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്നെ വധിക്കാതെ എനിക്ക് സ്വർഗം പോകാനുള്ള വഴി കാണിച്ചു തരൂ ധർമാത്മാവേ എന്നാണ് ഈ വിശ്വാമിത്രനോട് ശുനശേപൻ പറയണത്. അതുകൊണ്ട് ത്രാതും അർഹസി കിൽബിഷാദ്, ഒരു വലിയ പാപമാണ് നടക്കാൻ പോണത്. എന്നെ യജ്ഞപശുവാക്കി വധിക്കുക എന്നൊക്കെ പറയണത് രാജാവിനുണ്ടാകാൻ പോകുന്ന ഒരു വലിയ പാപം തന്നെയാണ്. അതുകൊണ്ട് ആ പാപത്തിൽ നിന്നൊക്കെ തടയണം, രാജാവിനെയും തടയണം. പക്ഷെ രാജാവിന് യജ്ഞപശുവിനെ കിട്ടും വേണം, യാഗം നന്നായിട്ട് നടക്കും വേണം, എന്നെ ആരും വധിക്കുകയും അരുത്. അതിന് ഒരു മകന് വേണ്ടിയിട്ട് അച്ഛൻ എന്ന പോലെ വർത്തിക്കൂ എന്നാണ് വിശ്വാമിത്രനോട് ഈ ബാലകൻ ശുനശേപൻ അഭ്യർത്ഥിക്കുന്നത്. ഇനി ബാക്കി ഭാഗങ്ങളൊക്കെ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ശുനശേപം നരശ്രേഷ്ഠ ഗൃഹീത്വാ തു മഹായശാഃ വ്യശ്രമത് പുഷ്കരേ രാജാ മധ്യാഹ്നേ രഘുനന്ദന തസ്യ വിശ്രമമാണസ്യ ശുനശേപോ മഹായശാഃ പുഷ്കരം ജ്യേഷ്ഠമാഗമ്യ വിശ്വാമിത്രം ദദർശഃ തപ്യന്തം ഋഷിഭിः സാർദ്ധം മാതുലം പരമാതുര വിഷണ്ണവദനോ ദീനസ്തൃഷ്ണയാ ച ശ്രമേണ ച പപാതാംഗേ മുനേ രാമ വാക്യം ചേദമുവാചഃ ന മേസ്തി മാതാ ന പിതാ ജ്ഞാതയോ ബാന്ധവാഃ കുതഃ ത്രാതുമർഹസി മാം സൗമ്യ ധർമ്മേണ മുനിപുംഗവ ത്രാതാ ത്വം ഹി നരശ്രേഷ്ഠ സർവേഷാം ത്വം ഹി ഭാവന രാജാ ച കൃതകാര്യസ്യാദഹം ദീർഘായുരക്ഷയ സ്വർഗലോകമുപാശ്നീയാം തപസ്തപ്ത്വാ ഹ്യനുത്തമം ത്വം മേ നാഥോ ഹ്യനാഥസ്യ ഭവഭവ്യേന ചേതസാ പിതേവപുത്രം ധർമാത്മം സ്ത്രാതുമർഹസി കിൽബിഷാത്. അങ്ങനെ ശുനശേപൻ വളരെ കാര്യമായിട്ട് വിശ്വാമിത്രനോട് അർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫലം എന്താണ് ഉണ്ടാവുന്നത് എന്നുള്ളത് അടുത്ത ദിവസം കാണാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.